2001-ലും 2006-ലും സതീശൻ വിജയിക്കാൻ വേണ്ടി RSSന്റെ നേതാവിനെ കണ്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണത്? എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ആ നേതാവ് എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് സതീശൻ ഇപ്പോൾ അത് നിഷേധിക്കാൻ കഴിയും. കാരണം അതിന് വ്യക്തമായ തെളിവൊന്നുമില്ലല്ലോ. തെളിവില്ലെങ്കിൽ പിന്നെ നിഷേധിക്കാൻ പറ്റും. പക്ഷേ സതീശൻ ഈ 2006-ലെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഫോട്ടോ ഉൾപ്പെടെ കാണിച്ച സമയത്തും നിഷേധിക്കുകയാണ് ചെയ്തത്. സതീശൻ ഇന്നലെയല്ലേ ഞാൻ പങ്കെടുത്തു എന്ന് പറയുന്നത്? സതീശൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതും സതീശന് വേണ്ടി സംസാരിച്ച ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നതും അങ്ങനെ ഒരു പരിപാടിയിലേ പങ്കെടുത്തിട്ടില്ല എന്നായിരുന്നു. അപ്പോൾ സതീശന്റെ മുമ്പിൽ ഞാൻ ഒരു തെളിവ് വെച്ചു. ആ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിൽ പോലും സതീശൻ പറഞ്ഞിരുന്നത് ഞാൻ പങ്കെടുത്തിട്ടില്ല, ഗോൾവൽക്കറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലും ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ ഇന്നലെ മാറ്റി പറയേണ്ടി വന്നില്ല. അപ്പോൾ ആരാണ് നുണ പറഞ്ഞത്? 2001-ലെയും 2006-ലെയും സഹായം സ്വീകരിച്ചു എന്നുള്ളത് നാളെ സതീശന് മാറ്റി പറയേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് അംഗീകരിക്കേണ്ടി വരും. ഈ പരിപാടി പങ്കെടുത്തത് ഇപ്പോൾ അംഗീകരിച്ച പോലെ ഈ സഹായം സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിലും സതീശന് ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കും. സതീശന് മനസാക്ഷി ഉണ്ടെങ്കിൽ അംഗീകരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ സതീശൻ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇതുവരെ. 2022 മുതൽ ഈ 2026 വരെയുള്ള കാലത്തിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. സതീശൻ നുണ പറയുകയായിരുന്നു. അപ്പോൾ സതീശൻ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു RSSനോടുള്ള ആവശ്യം. നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇന്നത്തെ കോൺഗ്രസിന്റെ നിലപാട് വെച്ച് 2001-ലെയും 2006-ലെയും കോൺഗ്രസിന്റെ നിലപാട് RSSനോടും സംഘപരിവാർ സംഘടനകളോടും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതരുത്. 1996-ൽ സതീശൻ ഇവിടെ വരുമ്പോൾ സതീശൻ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ P. രാജുവിനോട് തോറ്റ് ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് വിജയിക്കാൻ വേണ്ടി സതീശൻ സംഘപരിവാർ സംഘടനകളുടെ പല പ്രാദേശിക നേതാക്കന്മാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. പല പരിപാടികളിലും സതീശൻ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാത്ത കൂടുതൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? അന്നത്തെ പല പരിപാടികളിലും ഞാൻ ഒന്ന് നമ്മൾ 20 വർഷത്തിന് ശേഷമാണ് ഒരു ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ പരിപാടികൾ പല പരിപാടികളിലും ക്ഷണിക്കാറുണ്ട് സതീശനെ. ആ കാലത്ത് 2001-ൽ സതീശൻ മത്സരിക്കുന്ന സമയത്ത് സതീശനെ എങ്ങനെയെങ്കിലും ജയിക്കണം, എന്നെ സഹായിക്കണം എന്നുള്ള ആവശ്യം സതീശൻ ഉന്നയിച്ചിരുന്നു. സതീശന് ബന്ധമുള്ള, സതീശന് അടുപ്പമുള്ള ഒരു നേതാവിനോട്. അപ്പോൾ അത് നടന്നൊരു കാര്യമാണ്.